ജിയോ ടെക്നിക്കൽ ലാബിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്ക് ഫീൽഡ് ഡെൻസിറ്റി ഓഫ് സോയിൽ. ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് മെത്തേഡ്, ഒന്ന് കോർ കട്ടർ മെത്തേഡും രണ്ട് നമ്മളുടെ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡ്. സാധാരണയായിട്ട് കോമൺ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ല, അതായത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആ കോർ ഉപയോഗിച്ച് ഫീൽഡിൽ വളരെ അപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കോർ കട്ടർ മെത്തേഡ്. കോർ കട്ടർ മെത്തേഡ് സാധാരണയായി ഉപയോഗിക്കുന്നത് നമ്മൾ ഡാം സൈറ്റ് ഉണ്ടെങ്കിൽ, മറ്റേ നമ്മുടെ എർത്ത് ഡാം ആണെങ്കിൽ അതിൽ നമ്മൾ എർത്ത് കൊണ്ടുപോയി ചെയ്തിട്ട് നന്നായിട്ട് കോമ്പാക്ട് ചെയ്തിട്ട് എന്തുമാത്രം കോമ്പാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഒരുപക്ഷെ ഇടയ്ക്കിടയ്ക്ക് സാമ്പിൾ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കോർ കട്ടറിന്റെ സാമ്പിൾ കളക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റോഡിന്റെ വർക്കായാലും എംബാങ്ക്മെന്റ് വരുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ആ ഫീൽഡിങ്ങിൽ നമ്മൾ എന്തുമാത്രം കോമ്പാക്ട് ചെയ്യാൻ നടന്നു എന്നറിയാനും നമുക്ക് കോർ കട്ടർ മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ കോർ കട്ടർ മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. അതിൽ ഉപയോഗിക്കാവുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഇതാണ് കോർ കട്ടർ. ഇതാണ് കോർ കട്ടർ. ഇതിൻ്റെ ഒരു എഡ്ജ് കട്ടിങ് എഡ്ജ് ആയിരിക്കും, ഒരെഡ്ജ് അതിൻ്റെ നമുക്ക് ഡോളി വെക്കാനായിട്ട്, ഇതാണ് ഡോളി വെക്കാനുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, കട്ടിങ് എഡ്ജ് വളരെ ഷാർപ്പായിരിക്കും. ആ എഡ്ജ് താഴ്ത്തേക്ക് പോകാവുന്ന രീതിയിൽ നമ്മൾ വെക്കണം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 130 mm ആണ്. ഡയാമീറ്റർ എന്ന് പറയുന്നത് 100 mm ആണ്. അതുപോലെ ഡോളി ഉണ്ടാവും 25 mm ആണ് ഡോളിയുടെ ഹൈറ്റ്. അതിൻ്റെ മേലെ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യണം. അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിതിൽ അടിച്ച് നമ്മൾ ഹാമർ ചെയ്യണം. ഹാമറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 9 കിലോനാണ്. ഇതാണ് നമ്മുടെ ഹാമറിൻ്റെ വെയിറ്റ് ഉണ്ട്. ആ ഹാമർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ട്രൗൽ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ അതിൽ സോയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടിച്ച് താത്തിയിട്ട് ഗ്രൗണ്ടിൽ നിന്ന് പറിച്ചെടുത്തതിന് ശേഷം ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിന്ന് എടുക്കാനായിട്ട് പിക്കാക്സോ നിന്ന് ഉപയോഗിച്ച് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് എടുക്കാം. അതിനുശേഷം അതിൽ നിന്ന് വന്നതിന് ശേഷം അതിൻ്റെ ഒരു സാമ്പിൾ നമ്മൾ ഒരു ചെറിയ ഡിഷിൽ ഇതുപോലെ നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെന്റിൽ ചെയ്ത പോലെ നമ്മൾ ഇതിൻ്റെ മണ്ണിൻ്റെ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ സോയിൽ അതിന് ഫില്ല് ചെയ്യണം. വളരെ കുറച്ച് സോയിൽ ഫില്ല് ചെയ്ത് നമ്മൾ ഇതേമാതിരി തന്നെ ഓവനിൽ വെക്കണം. അതിന് ഓവനുണ്ട്. ഓവനിൽ നിന്ന് 24 മണിക്കൂർ നമ്മൾ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഡെസിക്കേറ്ററിൽ വെക്കുന്നു. അതിനുശേഷം നമ്മൾ അത് വെയിറ്റ് നോക്കാനായിട്ട് ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് എംപ്റ്റി കണ്ടെയ്നർ വെയിറ്റ് നോക്കാനായിട്ടും അതുപോലെ തന്നെ അതിനുശേഷം ഫില്ല് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബാലൻസ് ഉണ്ട്. അത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. വളരെ സിമ്പിൾ വർക്കാണ്. നമുക്ക് ഇനി ഇതിൻ്റെ ഫീൽഡിലുള്ള വർക്കുകൾ നോക്കാം. നമ്മൾ ഏറ്റവും ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ കോർ കട്ടർ എടുത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ വെയിറ്റ് നോക്കണം. നമ്മൾ വെയിറ്റ് നോക്കി എംപ്റ്റി കണ്ടെയ്നർ അതിൻ്റെ വെയിറ്റ് കിട്ടണം. ആ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫീൽഡിൽ പോവുക ആണ് ഞാൻ എടുക്കുക. ആദ്യം നമ്മൾ 50 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് നമ്മൾ ആ സംഗതി ലെവൽ ചെയ്തിരിക്കണം. അത്രയും പ്ലേസ് നമ്മൾ ലെവൽ ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മൾ ഡോളി ഫിക്സ് ചെയ്യേണ്ടത് അത് ക്ലിയർ ആയിരിക്കണം. സർഫസിന് മറ്റേ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ സർഫസ് ഇളക്കാതെ മണ്ണ് മറ്റേ ഇതായി കിടക്കുക ഡിസ്റ്റർബായി കിടക്കാത്ത നല്ല അതേ പ്ലേസിൽ അതേ രീതിയിൽ തന്നെ വന്ന് നിൽക്കാവുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് വേണം നമ്മൾ ഡോളി കോർ കട്ടർ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാനായി. ആദ്യം നമ്മൾ അത് കഴിഞ്ഞ് ലെവൽ ചെയ്തു. ആ സർഫസിൽ നമ്മൾ ജെന്റിലായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോർ കട്ടർ ഫിക്സ് ചെയ്തു. അതിൻ്റെ മേലെ ഡോളി വെക്കുകയാണ് ചെയ്ത്. നമുക്കറിയാം ഡോളിയുടെ ഹൈറ്റ് 25 mm ആണ് വേണ്ടത്. നമ്മൾ ജെന്റിലായിട്ട് 9 കിലോ വെയിറ്റ് ഉള്ള നമ്മുടെ ഹാമർ ഉപയോഗിച്ച് ജെന്റിലായിട്ട് നമ്മൾ ഇങ്ങനെ ഹാമർ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ഹാമർ ചെയ്യുന്നു. അതിൻ്റെ ഡോളിയുടെ 15 സെന്റിമീറ്റർ പുറത്തേക്ക് കാണാവുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ അവിടത്തോളം വരെ അടിച്ചു താത്തുണ്ട്. ഡോളി ഫുള്ള് നമ്മൾ അടിച്ച് താത്തണ്ട. 15 സെന്റിമീറ്റർ ഫുള്ള് താത്തരുത്. നമ്മൾ 15 സെന്റിമീറ്റർ മുകളിലേക്ക് വരാവുന്ന രീതിയിലാണ് നിർത്തേണ്ടത്. ഇനി നമ്മളത് ഇത് എടുക്കുകയാണ്. ഡോളി മേലെ നിന്ന് മാറ്റുക. അതിനുശേഷം ചുറ്റെടുത്ത് റൗണ്ട് ചെയ്തിട്ട് 4 സൈഡിൽ നിന്ന് അത് മാറ്റി നമ്മൾ കറക്റ്റായിട്ട് ആ സൈഡ് കറക്റ്റായിട്ട് കൂടുതലല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. 2 സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം കട്ട് ചെയ്തെടുക്കണം. ഫീൽഡിൽ പോയി നമ്മൾ കോർ കട്ടർ കൊണ്ടുവന്നു കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ എഡ്ജ് എടുത്ത് നമ്മൾ ഇതിൻ്റെ വെയിറ്റ് നോക്കുന്നു. ആ വെയിറ്റ് നോട്ട് ചെയ്യുക. അതാണ് നമ്മുടെ വെയിറ്റ് ആയിട്ട്
W2 ഇതുകൊണ്ട് നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് എടുത്തു. ഇതിൽ നിന്നും ഒരു സാമ്പിൾ ഇതിൽ നിന്നും ഒരു ചെറിയ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യണം. നമ്മൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുന്ന ആ വർക്കിൽ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഇതിൽ നിന്നും കുറച്ച് സാമ്പിൾ എടുത്തൊരു 30 ഗ്രാം സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ വർക്ക് ചെയ്യണം. ആദ്യം empty കണ്ടന്റ് വെയിറ്റ് നോക്കുക. അതുപോലെ തന്നെ ആ വെയിറ്റ് നോക്കിയതിന് ശേഷം അതെടുത്തു. അതിനുശേഷം നമ്മളിതിൻ്റെ സാമ്പിൾ നമ്മളിതിൽ ഫില്ല് ചെയ്യണം. അന്ന് ചെയ്ത അതേ വർക്കുകൾ തന്നെ നമ്മൾ ഇത് സാമ്പിൾ നമ്മളിതിൽ ഫില്ല് ചെയ്യുന്നു. ഏകദേശം 30 ഗ്രാം വരാവുന്നൊരു സിമ്പിൾ അത് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇത് ബാലൻസിൽ വെക്കുന്നു. ബാലൻസിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വെയിറ്റ് എടുക്കുന്നു. അതിനുശേഷം നമ്മളിത് ഓവനിൽ വെക്കണം. ഓവനിൽ വെച്ചു 24 മണിക്കൂർ നമ്മൾ ഓവനിൽ വെക്കണം. ഓവനിൽ വെച്ചതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഓവനിൽ നമ്മളത് എടുക്കുന്നു. അതിനുശേഷം ഡെസിക്കേറ്ററിലാണ് നമ്മൾ പിന്നെ വെക്കേണ്ടത്. ഡെസിക്കേറ്ററിൽ വെച്ച് നമ്മൾ കൂൾ ഡൗൺ ചെയ്യിക്കണം. കൂൾ ഡൗൺ ചെയ്യിച്ച് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരണം. നമ്മുടെ ലാബ് കണ്ടീഷൻ 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്നു. അതിനുശേഷം നമ്മളത് ഡെസിക്കേറ്ററിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ അപ്പോഴത്തെ വെയിറ്റ് കിട്ടും. ആ വെയിറ്റ് വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ കാൽക്കുലേഷനാണ് ഇനി ചെയ്യാനുള്ളത്.